ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് റെഗുലേഷൻസിലത്തെ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്കൊരു കമ്പനിയിലേക്ക് ഏതൊക്കെ വഴിക്കാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുക, നമുക്ക് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അത് മെത്തേഡ് ഏതൊക്കെ മെത്തേഡിൽ കൂടെയാണ് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റുക. റേസിംഗ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. മെയിനായിട്ട് 3 മെത്തേഡാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. കമ്പനി സെലക്ട് ചെയ്ത കുറച്ച് ആൾക്കാർക്ക് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ, ജനറൽ പബ്ലിക്കിന് കോമൺ ആയിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ അലോട്ടിങ് ദി എൻറ്റയർ ഷെയർസ് ഇൻ ടു എ ഇഷ്യൂ ഹൗസ്. കമ്പനി ഷെയർ ഇഷ്യൂവിൻ്റെ യാതൊരു പ്രോസസ്സും ചെയ്യില്ല, കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു മൂവ്മെൻറ്റും ഉണ്ടാവില്ല. ആ എൻറ്റയർ ടാസ്ക് വേറൊരു ഔട്ട്സൈഡ് ഏജൻസിനെ ഏൽപ്പിക്കണം. അവർക്ക് അതിനുള്ള ഫീ കൊടുത്താൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്യും. അത് 3ഉമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഇന്നലെ രണ്ടാമത്തെ മെത്തേഡായിട്ട് പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞ മെത്തേഡ് പഠിച്ചു. അതായത് ജനറൽ പബ്ലിക്കിനെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യാണ്, നമ്മുടെ കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻവിറ്റേഷൻ കൊടുക്കണമെന്ന് വിളിക്കുന്ന പേരാണ് പബ്ലിക് ഇഷ്യൂ. ഓപ്പൺ ടു ഓൾ ആണ്, ആർക്ക് വേണമെങ്കിലും അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എന്തെല്ലാം സ്റ്റെപ്പാണ് അതിനുള്ളത് നമുക്ക് നോക്കാം. Approval and filing of prospectus. A draft copy of prospectus approved by the directors who put their date and signature on it must be filed with the registrar before issuing to the public. നമ്മൾ ഇന്നലെ പഠിച്ചു പബ്ലിക് ഇഷ്യൂവിൽ നമ്മൾ എന്താ ചെയ്യുക, പബ്ലിക്കിനാണ് ഇത് ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്. എന്ത് രൂപത്തിൽ ഏതിക്കൂടെയാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ പബ്ലിക്കിനുള്ള ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്, നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസ്പെക്ടസ് ആദ്യം പ്രിപ്പയർ ചെയ്യൽ തന്നെയാണ് ഏറ്റവും ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ പ്രിപ്പയർ ചെയ്തതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കോപ്പി നമ്മൾ എവിടെ ഫയൽ ചെയ്യണം, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നമ്മൾ ഫയൽ ചെയ്യണം. അതിൽ ഡയറക്ടർ എന്ത് ചെയ്യണം, ഡേറ്റഡ് സിഗ്നേച്ചർ, കമ്പനിയുടെ ഡയറക്ടർ ഡേറ്റഡ് സിഗ്നേച്ചർ എൻക്ലോസ് ചെയ്തിട്ട് വേണം അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കോപ്പി എവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട്, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട്. എപ്പോൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഇതാണ് ഒരു കമ്പനി ആദ്യമായിട്ട് ചെയ്യേണ്ടത്, അപ്രൂവൽ ആൻഡ് ഫയലിംഗ് ഓഫ് പ്രോസ്പെക്ടസ്. ആദ്യം നമ്മൾ നല്ലൊരു പ്രോസ്പെക്ടസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കോപ്പി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്തതിന് മുമ്പ്, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിനേക്കാളും മുമ്പ് അത് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഡയറക്ടർ അതിൽ ഒപ്പിടണം, ഡേറ്റഡ് സിഗ്നേച്ചർ അതിൽ എൻക്ലോസ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. Second one is publicity and issue of prospectus. Within 90 days of delivery of the prospectus to the registrar, the prospectus should be issued to the public. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യത്തെ ഡ്രാഫ്റ്റ് കോപ്പി എവിടെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം 90 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യണം. കൃത്യമായിട്ട് ടൈം ലിമിറ്റ് ഉണ്ട്. അത് നമ്മളിപ്പോൾ ഒരു ഏത് ദിവസമാണ് നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ അതിൻ്റെ ഡ്രാഫ്റ്റ് കോപ്പി സബ്മിറ്റ് ചെയ്തത്, ഫയൽ ചെയ്തത്, അവിടെ നിന്ന് 90 ദിവസത്തിനുള്ളിൽ 90 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പബ്ലിക്കിനെ ഇഷ്യൂ ചെയ്തിരിക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്, പബ്ലിസിറ്റി ആൻഡ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. തേർഡ് വൺ ഈസ് റിസീവിംഗ് അപ്ലിക്കേഷൻ. അപ്പോൾ എന്തുണ്ടാവും, നമ്മുടെ ഈ പ്രോസ്പെക്ടസ് നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസ്പെക്ടസ് ഒക്കെ വായിച്ച് അത് കണ്ടിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും, അപ്ലിക്കേഷൻ ഷെയറിന് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ കമ്പനിക്ക് എന്തുണ്ടാവും, റിസീവിംഗ് അപ്ലിക്കേഷൻ. The investors are directed to send their application duly filled in along with the application money. അപ്പോൾ ആ പ്രോസ്പെക്ടസിലെ കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൻ്റെ കൂടെ അപ്ലിക്കേഷൻ ഫോം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് പബ്ലിക്കിനെ ഇഷ്യൂ ചെയ്യുക. അത് എന്നിട്ട് പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അത് ഫുള്ള് വായിച്ച് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് ഇത്ര രൂപ അപ്ലിക്കേഷൻ മണിയോട് കൂടി അപ്ലിക്കേഷൻ ഫോം നമുക്ക് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ടാവും. എത്രയാണ് അപ്ലിക്കേഷൻ മണി എന്ന് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ അപ്ലിക്കേഷൻ മണിയും അതുപോലെ പ്രോസ്പെക്ടസിൻ്റെ ഒപ്പം ഇഷ്യൂ ചെയ്ത അപ്ലിക്കേഷൻ ഫോമും പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് മിസ്റ്റേക്കുകളൊന്നും ഇല്ലാണ്ട് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ആർക്ക് കൊടുക്കണം, കമ്പനിക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ സപ്പോസ് ഞാനൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസും അപ്ലിക്കേഷൻ ഫോമൊക്കെ വാങ്ങി ആ അപ്ലിക്കേഷൻ പ്രോസ്പെക്ടസും ഒക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്, ആ കമ്പനി ഇൻവെസ്റ്റർ നടത്താമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ആ പ്രോസ്പെക്ടസിൻ്റെ ഒപ്പമുള്ള അപ്ലിക്കേഷൻ ഫോം പ്രോപ്പറായിട്ട് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാണ്ട്
ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എന്തുകൂടി അയച്ചു കൊടുക്കണം, അപ്ലിക്കേഷൻ മണിയും കൂടി അയച്ചു കൊടുക്കണം. അപ്പോൾ കമ്പനിക്ക് അപ്ലിക്കേഷൻ ഫോം റിസീവ് ചെയ്യാനായിട്ട് തുടങ്ങും. ദ ഇൻവെസ്റ്റേഴ്സ് ആർ ഡയറക്റ്റഡ് ടു സെൻഡ് ദയർ അപ്ലിക്കേഷൻ ഡ്യൂലി ഫിൽഡ് ഇൻ അലോങ് വിത്ത് ദ അപ്ലിക്കേഷൻ മണി. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് സ്ക്രൂട്ടണി ഓഫ് അപ്ലിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ കമ്പനിക്ക് എന്ത് കിട്ടി തുടങ്ങി, അപ്ലിക്കേഷൻ, നമ്മുടെ കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അപ്ലിക്കേഷനുകൾ സ്വീകരിച്ച് കിട്ടി തുടങ്ങി. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യണം, എല്ലാം ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ഇൻഫർമേഷൻസ് തന്നെയാണോ അതിൽ തന്നിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഇൻകംപ്ലീറ്റ് അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക. ഇഫ് ദർ ഈസ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ആവശ്യത്തിൽ കൂടുതൽ അപ്ലിക്കേഷൻ മണി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ അപ്ലിക്കേഷൻ മണിയൊക്കെ ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഏതെങ്കിലും അപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ നമ്പർ കുറയ്ക്കാനായിട്ട് പറ്റും. അഥവാ നമുക്ക് കൃത്യം ആവശ്യത്തിനുള്ള അപ്ലിക്കേഷൻ മണി തന്നെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ അപ്ലിക്കേഷനൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഇൻകംപ്ലീറ്റ് അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ ഇൻവെസ്റ്ററെ കോൺടാക്ട് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കണം. ഓവർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ നമ്മൾ ആ ടാസ്കിൽ നിൽക്കണ്ട. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കുറച്ച് അപ്ലിക്കേഷൻ മണി റിജക്റ്റ് ചെയ്യണമല്ലോ. കാരണം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ അപ്ലിക്കേഷൻസ് കിട്ടിയത് കൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് സ്ക്രൂട്ടനൈസ് ചെയ്യുക. ഇൻകംപ്ലീറ്റ് അപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ ഒഴിവാക്കി ഇടുക. അതേസമയം നമുക്ക് ആവശ്യത്തിനുള്ള അപ്ലിക്കേഷൻ മണിയെ സ്വീകരിച്ചിട്ട് കിട്ടിയുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളത് ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് ഏതെങ്കിലും അപ്ലിക്കേഷൻ ഫോം ഇൻകംപ്ലീറ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്രൂട്ടനി ഓഫ് അപ്ലിക്കേഷൻ. The next step is sorting of application. Application forms may be arranged according to the alphabetic order of the names of the applicant or according to the number of shares applied for. അങ്ങനെ നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള അപ്ലിക്കേഷൻ മണി മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, സോർട്ട് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഈ അപ്ലിക്കൻസിൻ്റെ പേരിൻ്റെ ആൽഫബറ്റിക് ഓർഡറിലോ അല്ലെങ്കിൽ എത്ര ഷെയർസ് ആണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓർഡറിലോ. അതായത് ഇപ്പോൾ ഒരാൾ 10 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ടോപ്പിൽ എടുക്കുക, പിന്നെ 9 ചെയ്തവരെ 8 ചെയ്തവരെ അങ്ങനെ അവർ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണോ അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ നമ്പറിൻ്റെ ഓർഡറിലോ അല്ലെങ്കിൽ അവരുടെ പേരിൻ്റെ ആൽഫബറ്റിക് ഓർഡറിലോ നമ്മൾ സോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോരുത്തരെയും പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ ലിസ്റ്റ് ഫുള്ള് ഓരോ ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡറെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ലിസ്റ്റ് ഫുള്ളും അരിച്ചു പറക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ ഫോമുകൾ സോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞിട്ടുള്ള 2 സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പോൾ 5 സ്റ്റെപ്പ് കൂടെ പഠിച്ചു. അത് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രാഫ്റ്റ് കോപ്പി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ സബ്മിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് പബ്ലിക്കിന് കൊടുക്കുക. അത് കണ്ടിട്ട് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യും. അതൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് ആ അപ്ലിക്കേഷൻ ഫോമുകളൊക്കെ സോർട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്ലോഷർ ഓഫ് അപ്ലിക്കേഷൻ ലിസ്റ്റ്. The application list will be closed at the predetermined time or when the issue is sufficiently oversubscribed. Public notice will be given to that effect. അതായത് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിങ്ങനെ ആൾക്കാരിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ കൃത്യമായിട്ടൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇന്ന ഡേറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് ക്ലോസ് ചെയ്യാമെന്ന് കൃത്യമായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക, കമ്പനിക്ക് ആവശ്യത്തിനുള്ള ഷെയർസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്യാനും പറ്റും. അതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നത്, ക്ലോഷർ ഓഫ് അപ്ലിക്കേഷൻ ലിസ്റ്റ്. ദ അപ്ലിക്കേഷൻ ലിസ്റ്റ് വിൽ ബി ക്ലോസ് at the predetermined time or when the issue is sufficiently oversubscribed. Public notice will be given to that effect to the public. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ക്ലോഷർ ഡേറ്റ് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിലുള്ള ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കാര്യം നമ്മൾ പബ്ലിക്കിനെ അറിയിച്ചിരിക്കണം. ആദ്യത്തെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് വീണ്ടും അറിയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ദിവസത്തിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്യുമെന്ന് ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ രണ്ടാമത്തെ കേസിൽ എന്താണ്, നമുക്ക് ആവശ്യത്തിനുള്ള ക്യാഷ് കിട്ടിയോ കിട്ടിയില്ലെന്ന് പബ്ലിക്കിന് അറിയില്ല. അപ്പോൾ അത് കമ്പനി സെപ്പറേറ്റ് പബ്ലിക്കിനെ അറിയിക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്തു എന്നുള്ള കാര്യം പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ട് പബ്ലിക്കിനെ അറിയിക്കുക. അതാണ് 6ാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്, ക്ലോഷർ ഓഫ് അപ്ലിക്കേഷൻ ലിസ്റ്റ്. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് റെക്കോർഡിംഗ് ഓഫ് അപ്ലിക്കേഷൻ. Entries of application should be made in the application and allotment sheet.
ദിസ് വിൽ ബി ക്രോസ് ചെക്ക്ഡ് വിത്ത് ദി അപ്ലിക്കേഷൻ ഫോം ആൻഡ് ബാങ്ക് പാസ്ബുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ ആവശ്യത്തിനുള്ള എല്ലാ അപ്ലിക്കേഷനുകളൊക്കെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം, അത് അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് ഷീറ്റിലേക്ക് ഇതൊക്കെ എൻട്രീസ് നടത്തണം. എത്ര പേര്, ആരൊക്കെ പേര്, എത്ര നമ്പർ ഷെയർസ് ആണ് മേടിച്ചിരിക്കുന്നത്, കൃത്യമായിട്ട് ഒരു ഡാറ്റാ ഷീറ്റ് നമ്മൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഡാറ്റാ ഷീറ്റും നമ്മുടെ അപ്ലിക്കേഷൻ ഫോമുകളും അതുപോലെ ബാങ്കിലത്തെ പാസ്ബുക്കും, അതായത് അപ്ലിക്കേഷൻ മണി, അപ്ലിക്കേഷന് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം എന്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും, അപ്ലിക്കേഷൻ മണിയും അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയ അപ്ലിക്കേഷൻ ഫോമും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയ ബാങ്കിൻ്റെ പാസ്ബുക്ക്, എത്ര ഇപ്പോൾ സപ്പോസ് 10 അപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് 10 അപ്ലിക്കേഷൻ്റെ മണി അവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത് കൃത്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യലാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് കഴിയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അപ്ലിക്കേഷൻ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുവരെ കിട്ടിയ എല്ലാ അപ്ലിക്കേഷനും എന്ത് ചെയ്യാം, ഒരു ഡാറ്റാ ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഡാറ്റാ ഷീറ്റ് നമുക്ക് കിട്ടിയ അപ്ലിക്കേഷൻ ഫോമായിട്ടും അതുപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും വെച്ച് ക്രോസ് വെരിഫൈ ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്സ് വല്ലതുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും വേണം. അപ്പോൾ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് പബ്ലിക് ഇഷ്യൂവിന് ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മളൊരു പബ്ലിക് ഇഷ്യൂ നടത്താനായിട്ട്. അപ്പോൾ ആദ്യത്തെ സ്ലൈഡിൽ പഠിച്ച 5 പോയിന്റും ഇതിൽ 2 പോയിന്റ് മൊത്തം 7 സ്റ്റെപ്പിൽ കൂടെയാണ്, 7 പ്രോസസ്സിൽ കൂടെയാണ് ഈ പബ്ലിക് ഇഷ്യൂ നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെബി ഗൈഡ്ലൈൻസ് ഫോർ പബ്ലിക് ഇഷ്യൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ ഇറ്റ് ഷുഡ് ബി അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സൂപ്പർവിഷനിലാണ് കമ്പനീസിന് പബ്ലിക് ഇഷ്യൂ നടത്താൻ പറ്റുള്ളൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ അവർ തരുന്നുണ്ടെന്ന്. ആ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, കുറച്ചധികം പോയിന്റ്സ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. Prospectus has to be attached with every application. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഒരു പബ്ലിക്കിന് നമ്മുടെ അപ്ലിക്കേഷൻ ഫോം ഒറ്റയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അതിൻ്റെ കൂടെ എന്തുകൊണ്ടും അറ്റാച്ച് ചെയ്യണം, നമ്മുടെ കമ്പനി ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത പ്രോസ്പെക്ടസും ഇഷ്യൂ ചെയ്യണം. ആ പ്രോസ്പെക്ടസിലെ ആ കമ്പനിനെ കുറിച്ചിട്ടും അതുപോലെ ആ ഇഷ്യൂവിനെ കുറിച്ചിട്ടുമുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ടാവും. അപ്പോൾ ഇൻവെസ്റ്റർക്ക് അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മതി. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അപ്ലിക്കേഷൻ്റെ കൂടെ പ്രോസ്പെക്ടസും അറ്റാച്ച് ചെയ്യണം. എ കമ്പനി ഹാസ് ടു ഹൈലൈറ്റ് ദ റിസ്ക് ഫാക്ടർ ഇൻ ദ പ്രോസ്പെക്ടസ്. അതായത് കമ്പനിയിലുള്ള, ഇപ്പോൾ സപ്പോസ് ഞാനൊരു ഇൻവെസ്റ്റർ ആണ്, നിങ്ങൾ എൻ്റെ കമ്പനിയിലെ ഞാനൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലേ നിങ്ങൾക്ക് എന്തെല്ലാം റിസ്ക് ആണ് ഫേസ് ചെയ്യേണ്ടത് വരാന്നുള്ളത് കൃത്യമായിട്ട് ആ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്യണം. അതായത് ഇപ്പോൾ സപ്പോസ് നിങ്ങളാണ് ഇൻവെസ്റ്റർ എന്ന് വിചാരിക്കുക, ഞാനൊരു കമ്പനി, എൻ്റെ കമ്പനിയിലെ എന്തൊക്കെ റിസ്ക് ഉണ്ടെന്ന് നിങ്ങൾക്കല്ല അറിയാം, എനിക്കാണ് അറിയാം. നിങ്ങൾ എൻ്റെ കമ്പനി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ റിസ്കുകളാണ് ഫേസ് ചെയ്യേണ്ടത് വരാന്നുള്ളത് എനിക്കാണ്, കമ്പനിക്കാണ് അറിയാം. അപ്പോൾ കമ്പനി അത് എന്ത് ചെയ്യണം, ഇന്ന റിസ്കുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പബ്ലിക് ഇഷ്യൂ നടത്താനായിട്ട് പറ്റില്ല. ഓക്കെ, നമുക്കറിയാം റിസ്ക് എടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്, റിസ്ക് എടുത്താൽ റിട്ടേൺ കൂടും. അപ്പോൾ ഏതൊരു ഇൻവെസ്റ്റർ ആണോ റിട്ടേൺ കൂടുതൽ എക്സ്പെക്ട് ചെയ്യണത്, അവർ എന്തായാലും എന്ത് അണ്ടർടേക്കൺ ചെയ്യേണ്ടതായിട്ട് വരും, റിസ്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസ് വായിച്ചു നോക്കിയാൽ ആ കമ്പനി റിസ്കി ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഇൻവെസ്റ്റർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. താല്പര്യമില്ലെങ്കിൽ ഏത് കമ്പനിയുടെ പ്രോസ്പെക്ടസിലാണ് റിസ്ക് വളരെ കുറവായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിൽ കൊണ്ടിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് പറ്റും. ഓക്കെ, the next one is objectives of the issue and cost of project should be mentioned in the prospectus. അതായത് നമ്മളിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു കമ്പനി പുതിയതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, എന്താണ്, ചിലപ്പോൾ എക്സ്പാൻഷൻ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാവാം, മോഡിഫിക്കേഷന് വേണ്ടിയിട്ടാവാം, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ ആ പ്രൊജക്റ്റ് അല്ല ആ ഒരു ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നത്, ആ പ്രൊജക്റ്റിന്റെ കോസ്റ്റ് എത്രയാണ്. ഇപ്പോൾ സപ്പോസ് ഒരു എക്സ്പാൻഷൻ ഒക്കെ ആണെങ്കിൽ ആ എക്സ്പാൻഷന് എത്ര ചിലവാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം എവിടെ, പ്രോസ്പെക്ടസിൽ. അപ്പോൾ നമ്മളിപ്പോൾ പുതുതായിട്ട് നടത്തുന്ന ഫ്രഷ് ഇഷ്യൂ എന്തിനു വേണ്ടിയിട്ടാണെന്നും ആ പുതുതായിട്ട് ആ ഒരു പ്രൊജക്റ്റിന്റെ കോസ്റ്റ് എത്രയാണെന്നും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. Prospectus to be filed with the registrar after 21 days of filing draft prospectus with the SEBI. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിനേക്കാളും മുമ്പ് പ്രോസ്പെക്ടസ് എവിടെ സബ്മിറ്റ് ചെയ്യണം, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിനൊരു കണ്ടീഷൻ ഉണ്ട്, നമ്മൾ ഏറ്റവും ആദ്യം പോയിട്ട് എവിടേക്കല്ല രജിസ്ട്രാർ ഓഫ് കമ്പനീസിലല്ല സബ്മിറ്റ് ചെയ്യേണ്ടത്, സെബിയുടെ ഡ്രാഫ്റ്റ് പ്രൊസീജിയർ ഫയൽ ചെയ്തതിന് ശേഷം, ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്തതിന് ശേഷം 21 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി,
രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്താൽ മതി. ഓക്കെ, പ്രോസ്പെക്ടസ് ടു ബി ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ ആഫ്റ്റർ 21 days ഓഫ് ഫയലിംഗ് ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് വിത്ത് ദി സെബി. നമ്മൾ പ്രിപ്പയർ ചെയ്ത പ്രോസ്പെക്ടസിന്റെ ഡ്രാഫ്റ്റ് കോപ്പി സെബിക്ക് സബ്മിറ്റ് ചെയ്തിട്ട് 21 days കഴിഞ്ഞിട്ട് എവിടെ സബ്മിറ്റ് ചെയ്യുക, എവിടെ ഫയൽ ചെയ്യുക, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്യണം. ഓക്കെ, company's management past history and the present business of the firm should be highlighted in the prospectus. കമ്പനിയുടെ മാനേജ്മെന്റിനെ കുറിച്ചിട്ട്, മാനേജ്മെന്റ് ബോർഡ് ഓഫ് മെമ്പേഴ്സിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ പാസ്റ്റ് ഹിസ്റ്ററി, അതുപോലെ പ്രസന്റ് എങ്ങനെയാണ്, കറണ്ട് കണ്ടീഷൻ എന്തൊക്കെയാണ്, അതുപോലെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്, അതൊക്കെ കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, particulars in regard to the company and other listed companies under the same management which made any capital issue during the last 3 years are to be in the prospectus. അതായത് ആ കമ്പനിയിലോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ മാനേജ്മെന്റിൽ വരുന്ന ഏതെങ്കിലും ഒരു കമ്പനിയിലോ ലാസ്റ്റ് 3 yearsനുള്ളിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇതുപോലത്തെ ഫ്രഷ് ഇഷ്യൂ നടന്നിട്ടുണ്ടെങ്കിൽ അതും അതിൽ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഒന്നല്ലെങ്കിൽ ഇപ്പൊ സപ്പോസ് ഞാനൊരു കമ്പനി ആണെങ്കിൽ ചിലപ്പോൾ എൻ്റെ കമ്പനി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മാനേജ്മെന്റിലുള്ള വേറെ ഏതെങ്കിലും ഒരു കമ്പനി ആയിക്കോട്ടെ, അതും കുഴപ്പമില്ല. ഒന്നില്ലെങ്കിൽ എൻ്റെ കമ്പനി അല്ലെങ്കിൽ എൻ്റെ മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ഫ്രഷ് ഇഷ്യൂ നടന്നിട്ടുണ്ടെങ്കിൽ, ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതാണ് പറയുന്നത് particulars in regard to the company and other listed company under the same management which made any capital issue during the last 3 years are to be in the prospectus. ഓക്കെ, അപ്പോൾ 6 പോയിന്റ്സ് നമ്മൾ ഇപ്പോൾ പഠിച്ചു. ഇനിയുണ്ട് കുറച്ചുകൂടി പോയിന്റ്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ ഫോർ പ്രീമിയം ഇൻ കേസ് ഓഫ് പ്രീമിയം ഇഷ്യൂ. നമ്മുടെ ഷെയർസ് അറ്റ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ നമ്മൾ കൊടുത്തിരിക്കണം. കാരണം പ്രീമിയം എന്ന് വെച്ചാൽ എന്താണ്, ഫേസ് വാല്യൂവിനേക്കാൾ കൂടിയ വിലയ്ക്ക് ഷെയർസ് വിൽക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിൽക്കുന്നത് എന്നുള്ളതിന് കൃത്യമായിട്ട് ജസ്റ്റിഫിക്കേഷൻ അവിടെ കൊടുത്തിരിക്കണം. Subscription list for public issue should be kept open for minimum of 3 days and maximum of 10 working days. സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ആരൊക്കെയാണ് ഈ പബ്ലിക് ഇഷ്യൂ വഴി ഏതൊക്കെ ഇൻവെസ്റ്റേഴ്സ് ആണ് നമ്മുടെ കമ്പനിയുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തതെന്നുള്ളത് നമ്മൾ അത്രയ്ക്ക് അങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പബ്ലിക്കിന് അവൈലബിൾ ആയിരിക്കണം. മിനിമം ഓഫ് 3 daysഉം മാക്സിമം ഓഫ് 10 വർക്കിംഗ് ഡേയ്സിലും അത് പബ്ലിക്, അതായത് കമ്പനി നോട്ടീസ് ബോർഡിൽ അത് എക്സിബിറ്റ് ചെയ്തിരിക്കണം. എന്നാലാണ് ആർക്കൊക്കെയാണ് ഷെയർസ് കിട്ടിയത്, ഏതൊക്കെയാണ് ആ കമ്പനി ഇൻവെസ്റ്റേഴ്സ് എന്ന് മറ്റുള്ളവർക്ക് അറിയാനായിട്ട് പാടുള്ളൂ. അതിനിപ്പോൾ അത്രയ്ക്ക് കോൺഫിഡൻഷ്യാലിറ്റിയുടെ ആവശ്യമില്ല. അത് മിനിമം 3 ദിവസമെങ്കിലും മാക്സിമം 10 ദിവസമെങ്കിലും കമ്പനിയുടെ നോട്ടീസ് ബോർഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ പബ്ലിക്കിന് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, the minimum number of collection centers for an issue of capital shall be the 4 metropolitan centers and all the other centers where the stock exchanges are located in the region in which the registered office is situated. അതായത് ഇപ്പോൾ ഈ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മണിയും അലോട്ട്മെന്റ് മണിയും ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓരോ കളക്ഷൻ സെന്ററുകൾ സെലക്ട് ചെയ്ത് വെക്കാം. അതെന്ന് പറയുന്നത് 4 മെട്രോപൊളിറ്റൻ സിറ്റീസും അതുപോലെ നമ്മുടെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ലൊക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷനിൽ വരുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, ഒന്നല്ലെങ്കിൽ 4 മെട്രോപൊളിറ്റൻ സിറ്റീസ്, അതിൽ നമുക്ക് 4 സെലക്ട് ചെയ്യാം. അതുപോലെ എൻ്റെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്ന ആ റീജിയനിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇങ്ങനെ 5 സ്ഥലമാണ് നമുക്ക് എന്തായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഷെയർ ക്യാപിറ്റലിന്റെ കളക്ഷൻ പോയിന്റുകളായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലാണ്ട് എല്ലായിടത്തും നമുക്ക് തോന്നുന്നിടത്തൊന്നും വെക്കാനായിട്ട് പറ്റില്ല. ഈ 5 സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു പ്ലേസ് നമുക്ക് എന്തായിട്ട് സെലക്ട് ചെയ്യാം, നമ്മുടെ കളക്ഷൻ പോയിന്റുകളായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം ഏതൊക്കെയാണെന്നുള്ളത്. ഒന്നല്ലെങ്കിൽ 4 മെട്രോപൊളിറ്റൻ സിറ്റീസ്, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഡൽഹി, ഈ 4 അതുപോലെ എൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, the application money shall not be collected in cash. ഒരു ക്യാഷ് കളക്ഷൻ ഒന്നും പാടില്ല, നേരെ ബാങ്കിലേക്ക് ഇടാനായിട്ടാ പറയാനായിട്ട് പാടുള്ളൂ അപ്ലിക്കേഷൻ മണി ഒക്കെ. The issue shall not exceed the amount specified in the prospectus are collected. The issue shall not exceed the amount specified in the prospectus. പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എമൗണ്ടിനേക്കാൾ കൂടുതൽ നമ്മൾ കളക്ട് ചെയ്യാനായിട്ട്
പാടില്ല. അതായത് ഇപ്പോൾ നമ്മൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ടാവും 10 lakh rupees ആണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നൊക്കെ. അങ്ങനെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ എത്രയാണോ അതിനേക്കാൾ കൂടാനായിട്ട് പാടില്ല. No allotment of shares shall be made unless the minimum amount has been subscribed and the amount stated have been received. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ സബ്സ്ക്രിപ്ഷൻ നടത്താനായിട്ട് പാടില്ല. അപ്പോൾ എന്തായിട്ട് മാറും? ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് മാറും. അതാണ് പറയുന്നത് നോ അലോട്ട്മെന്റ് ഓഫ് ഷെയർ ഷാൽ ബി മെയ്ഡ് അൺലെസ് ദ മിനിമം എമൗണ്ട് ഹാസ് ബീൻ സബ്സ്ക്രൈബ്ഡ് ആൻഡ് ദ എമൗണ്ട് സ്റ്റേറ്റഡ് ഹാവ് ബീൻ റിസീവ്ഡ്. നമുക്ക് ആവശ്യമുള്ള ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇതാണ് അടുത്ത 6 പോയിന്റുകളായിട്ട് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സ്ലൈഡിൽ 6 പോയിന്റ് പഠിച്ചു, ഇപ്പോഴത്തെ സ്ലൈഡിൽ 6 പോയിന്റ് പഠിച്ചു. ടോട്ടൽ 12 ആയിട്ടുണ്ട്. ഇനിയുമുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. Next point is the amount payable on application shall not be less than the 5% of the nominal value of the shares or such other percentage prescribed by the SEBI. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട് പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ എന്ന് പറഞ്ഞ പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുക. അതിൽ നമ്മുടെ അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് വാല്യൂവിന്റെ 5%നേക്കാൾ കുറയാനായിട്ട് പാടില്ല. ആ 5% ചിലപ്പോൾ വാരി ചെയ്യും. ചിലപ്പോൾ സെബി ആ സമയത്ത് 6% പറയുകയാണെങ്കിൽ 6%നേക്കാൾ കുറയാൻ പാടില്ല. ചിലപ്പോൾ 10% പറയുകയാണെങ്കിൽ 10%നേക്കാൾ പറയാനായിട്ട് പാടില്ല. ചുരുങ്ങിയത് എത്രയെങ്കിലും ഉണ്ടായിരിക്കണം? 5% ഉണ്ടായിരിക്കണം. നമ്മുടെ ഷെയറിന്റെ ഫേസ് വാല്യൂവിന്റെ അറ്റ്ലീസ്റ്റ് 5% നമ്മൾ എന്തായിട്ട് കളക്ട് ചെയ്യണം? അപ്ലിക്കേഷൻ മണിയായിട്ട് കളക്ട് ചെയ്യണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദി എമൗണ്ട് പേയബിൾ ഓൺ അപ്ലിക്കേഷൻ ഷാൽ നോട്ട് ലെസ് ദാൻ 5% ഓഫ് ദി നോമിനൽ എമൗണ്ട് ഓഫ് ഷെയർസ് or such other percentage prescribed by the SEBI. If the minimum amount is not subscribed within 30 days from the date of issue of prospectus or any other period specified by the SEBI, the application money shall be repaid within 15 days from the closure of the issue. ഇനി നമുക്ക് ഉദ്ദേശിച്ച ക്യാഷ്, അങ്ങനെ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ നടത്തിയിട്ട് നമുക്ക് ഉദ്ദേശിച്ച ക്യാഷ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ ഈ അപ്ലിക്കേഷൻ മണി, സപ്പോസ് ഇപ്പോൾ നമ്മൾ 1000 ഷെയർസ് ആണ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഉദ്ദേശിച്ചത്, പക്ഷെ അതിന് 500 ഷെയർസേ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുള്ളൂ. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞു. ആരും നമ്മുടെ ഷെയർസ് പിന്നെ ആരും വാങ്ങിയില്ല. 1000 വേണ്ടടുത്ത് 500 കിട്ടി. ഇനി എത്ര കൂടിയും കിട്ടാനുണ്ട്? 500 കൂടിയും കിട്ടാനുണ്ട്. പക്ഷെ ഇനി ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല, കാരണം നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പീരീഡ് അവസാനിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ള ക്യാഷ് കിട്ടിയിട്ടില്ല, നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഈ 500 പേര് അപ്ലൈ ചെയ്തിട്ടില്ലേ, അവരുടെ ക്യാഷ് നമ്മൾ തിരിച്ചു കൊടുക്കണം. കാരണം ഇത് നമുക്ക് തികയണില്ല, നമ്മുടെ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുകയും ചെയ്തു, നമുക്ക് ആവശ്യത്തിലുള്ള ക്യാഷ് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യാന്ന് വെച്ചാൽ 500 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവരുടെ ക്യാഷ് നമ്മൾ തിരിച്ചു കൊടുക്കുക. എത്ര ദിവസത്തിനുള്ളിൽ? 15 ദിവസത്തിനുള്ളിൽ. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്തിട്ട് 15 ദിവസത്തിനുള്ളിൽ ആ ക്യാഷ് ഒക്കെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. സപ്പോസ് 1000 കിട്ടിയാൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അത് വെച്ച് മുന്നോട്ട് പോകാം. പക്ഷെ ഇവിടെ 500 കിട്ടിയിട്ടുള്ളൂ, നമുക്ക് തികയണില്ല. അപ്പൊ നമ്മളത് ക്യാൻസൽ ചെയ്യണം. എന്താണ് പറയുന്നത്? ഇഫ് ദ മിനിമം എമൗണ്ട് ഈസ് നോട്ട് സബ്സ്ക്രൈബ്ഡ് വിതിൻ 30 ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ പ്രോസ്പെക്ടസ് ഓർ എനി അതർ പീരീഡ് specified by the SEBI, the application money shall be repaid within 15 days from the closure of the issue. Then, when the company makes allotment of shares, it shall file with the registrar within 30 days. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അലോട്ട്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് 30 ദിവസത്തിനുള്ളിൽ അറിയിക്കണം. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നമ്മൾ ഇൻഫോം ചെയ്യണം. Every company make public offer shall make an application to one or more recognized stock exchange and obtain permission. നമ്മൾ പബ്ലിക്കേഷൻ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നോ അതിലധികമോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു അപ്ലിക്കേഷൻ കൊടുക്കും വേണം, അവിടെ നിന്ന് പെർമിഷൻ വാങ്ങും വേണം. അതായത് നമ്മൾ ഇങ്ങനെ പബ്ലിക് ഇഷ്യൂ വഴി ഫണ്ട് മൊബിലൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ 1, 2 എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ അറിയിച്ചിരിക്കണം. Okay, the details of the stock exchange should be mentioned in the prospectus. എന്നിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുള്ളത് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പേരുകൾ നമ്മൾ നമ്മുടെ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തേക്കണം. നേരത്തെ പറഞ്ഞാൽ അവരിൽ നിന്ന് അപ്രൂവൽ കിട്ടണമെന്ന്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണോ നമ്മൾ അപ്രൂവൽ കിട്ടിയിരിക്കുന്നത് അത് പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിലുമുണ്ട് ഒരു 5 പോയിന്റ്. അപ്പോൾ ഇപ്പോൾ മൊത്തം എത്ര പോയിന്റായി? 17 പോയിന്റുകളായി മാറി. ഇനി 2 പോയിന്റ് കൂടെ നമുക്ക് നോക്കാം. Next point, all monies received on application money shall be kept in a separate bank account in a scheduled time. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്.
നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല, ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുക. അതും ഒരു കോമൺ ബാങ്ക് അക്കൗണ്ട് ആവാൻ പാടില്ല. ഇതിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം. അതിലേക്കാണ് ഈ അപ്ലിക്കേഷൻ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഫണ്ടുകളൊക്കെ കളക്ട് ചെയ്യുന്നത്. അതും കോമൺ ബാങ്ക് അക്കൗണ്ട് ആവാനായിട്ട് പാടില്ല. ഈ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. The capital issue shall be fully paid within 120 days. ഈ ക്യാപിറ്റൽ ഇഷ്യൂ ഒക്കെ 120 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കും വേണം. ഈ പ്രൊസീജിയറുകളൊക്കെ അത് റിലേറ്റഡ് എല്ലാ പ്രൊസീജിയറും 120 ഡേയ്സിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അണ്ടർ റൈറ്റിംഗ് ഹാസ് ബീൻ മാൻഡേറ്ററി. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ ഇതൊരു അണ്ടർടേക്കിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 1000 ഷെയർസ് വാങ്ങാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പബ്ലിക്കിന് കൊടുത്തു. പക്ഷെ 500 സബ്സ്ക്രൈബ് ചെയ്ത് വന്നുള്ള 500 ബാലൻസ് വന്നു. അങ്ങനെ 500 ബാലൻസ് വന്നാൽ അത് അണ്ടർടേക്കൺ ചെയ്ത് കൊള്ളാം, അത് ഞാൻ മേടിച്ചു കൊള്ളാം എന്ന് നമ്മുടെ കമ്പനിയും വേറൊരു കമ്പനിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. സപ്പോസ് ഞാനാണ് കമ്പനി എന്ന് വിചാരിക്കാം, നിങ്ങളാണ് അണ്ടർ റൈറ്റേഴ്സ്. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് അണ്ടർ റൈറ്റേഴ്സ്. അപ്പോൾ നിങ്ങളാണ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് വിചാരിക്കാം. അപ്പം ഞാൻ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ നടത്തി. നേരത്തെ പറഞ്ഞോണം 1000 ഷെയർസ് ആണ് ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ 500 സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടിയല്ലോ, ബാക്കി 500 സബ്സ്ക്രൈബ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു ഫോർമാലിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അണ്ടർ റൈറ്റിംഗ് ചെയ്യാം. നിങ്ങളാണ് അണ്ടർ റൈറ്റേഴ്സ്, ഞാൻ കമ്പനി. അപ്പം ഞാൻ കമ്പനി നിങ്ങളായിട്ടൊരു അഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്. ഇനി ബൈ ചാൻസ് ഞാൻ എൻ്റെ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ നടത്തിയിട്ട് ഫുള്ളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കി വരുന്നതൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് കൊള്ളാം എന്നുള്ളൊരു അഗ്രിമെന്റ് നമ്മൾ തമ്മിൽ പബ്ലിക് ഇഷ്യൂ നടത്തുന്നതിനേക്കാൾ മുമ്പ് തന്നെ എൻ്റർ ചെയ്തിരിക്കണം. അല്ലാണ്ട് ഇത് പബ്ലിക് ഇഷ്യൂ നടത്തിയിട്ട് ആരും വാങ്ങാണ്ട് വരുമ്പോൾ അപ്പം എൻ്റർ ചെയ്താൽ പോരാ. നമ്മൾ പബ്ലിക് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് തന്നെ അണ്ടർ റൈറ്റേഴ്സിനായിട്ടൊരു അഗ്രിമെന്റ് സൈൻ ചെയ്യുക. ബൈ ചാൻസ് നമ്മൾ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ നടത്തിയിട്ട് ഫുൾ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഷെയർസ് അവർ ഏറ്റുകൊടുത്തുകൊള്ളാം എന്നൊരു അഗ്രിമെന്റ് ആണ് അണ്ടർ റൈറ്റിംഗ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതിന് അവർക്കൊരു കമ്മീഷൻ കൊടുക്കണം, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതിപ്പം മാൻഡേറ്ററി ആണ്, കമ്പൽസറി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. മൊത്തം 20 പോയിന്റ്സ് ഉണ്ട്. എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ദ സെബിയുടെ ഗൈഡ് ലൈൻസ് ആണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തുന്നുണ്ടെങ്കിൽ ഈ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഈ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വേണം അതിൻ്റെ ഇഷ്യൂ നടത്താനായിട്ട്. ഓക്കെ, താങ്ക് യു.